ഹലോ എവറിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരും എന്ന് ഞാൻ വിചാരിച്ചതല്ല, എന്നാൽ പോലും ആ ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ചെൽസിയിൽ നിന്ന് ആർസണൽ എഗെയിൻ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തിരിക്കുന്നു. മറ്റാരുമല്ല, നോനി മഡുവേക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് ഞാൻ ഇതിനെപ്പറ്റി പണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തിനാ ഈ പ്ലെയറിനെ മേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു സൈനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. സാക്കയുടെ ബാക്കപ്പായിട്ടാണ് വരുന്നതെന്ന് പറയുന്നു. ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും യൂസ് ചെയ്യാവുന്ന ഒരു പ്ലെയർ. പക്ഷേ 52 മില്യൺ പൗണ്ടൊക്കെ ഒരു വാലിഡ് പ്രൈസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കൈ ഹാവർട്സിനെ എന്ത് കണ്ടിട്ട് ആർട്ടറ്റ മേടിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ ട്രോമയിൽ നിന്ന് ഞാൻ ഇതുവരെ മോചിതനായിട്ടില്ല. അത് കഴിഞ്ഞ് സ്റ്റെർലിംഗ്, അങ്ങനെ ഫ്ലോപ്പ് സൈനിങ്സ് ആഫ്റ്റർ ഫ്ലോപ്പ്. ചെൽസിയിൽ നിന്ന് നമ്മളിങ്ങനെ പ്ലെയേഴ്സിനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ആവശ്യമുള്ള ഫണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ ഫ്രസ്ട്രേഷൻ. ബട്ട് അതൊന്നും പറഞ്ഞിട്ടിപ്പോൾ കാര്യമില്ല. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ലല്ലോ. എല്ലാം അർട്ടറ്റ, ബെർട്ട, ആർസണൽ ബോർഡ് അവരുടെ കയ്യിലുള്ള കാര്യങ്ങളല്ലേ. നമുക്ക് കാണാം എന്നേ ഉള്ളൂ. അതാണ് അവസ്ഥ. നോനി ഇപ്പോൾ ഒരു ഒഫീഷ്യലി ഒരു ആർസണൽ പ്ലെയറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സൈനിങ് ആയിരുന്നു. നമുക്ക് ഈത്തൻ വെന്നിയരിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ നമുക്ക് മാർട്ടിനെല്ലിയും ട്രൊസാഡ് ചിലപ്പോൾ പോകുമായിരിക്കും. അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് വേറെയും പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് എസേനെ നമ്മൾ ചേസ് ചെയ്യുന്നുണ്ട്, റോഡ്രിഗോനെ ചേസ് ചെയ്യുന്നുണ്ട്. ഇത് മിക്കവാറും സാക്കയ്ക്ക് ഒരു ബാക്കപ്പ് ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ ആണെങ്കിൽ തന്നെ 52 മില്യൺ പ്രൈസ് ടാഗ് വാലിഡ് ആണോ? ഞാൻ ഇത് വീണ്ടും പറയുന്നുണ്ട്. പക്ഷേ എന്നാലും അത് പറയാതിരിക്കാൻ വയ്യ. സോ അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം. എന്തായാലും ഇപ്പം ആർസണൽ പ്ലെയർ ആയിരിക്കുകയാണ് നോനി മഡുവേക്കെ. അങ്ങനെ ആയ സ്ഥിതിക്ക് നമുക്കിതിൻ്റെ പോസിറ്റീവ്സ് ഒന്ന് നോക്കാം. ഒന്ന്, ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ. ഓക്കെ, മാർട്ടിനെല്ലിയുടെ ഫോം ഇച്ചിരി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് വിങ്ങിൽ ചിലപ്പോൾ റോഡ്രിഗോ വരും, ചിലപ്പോൾ എസെ സെൻട്രലാണ് കുറച്ചുകൂടെ കളിക്കുന്നത്. എന്നാലും അവിടെ ഒരു പ്ലെയർ കൂടെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ രണ്ട് സൈഡിലും കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ, വളരെ യങ് പ്ലെയർ, 23 വയസ്സേ ഉള്ളൂ. സോ സ്റ്റിൽ പീക്കിലെത്തിയിട്ടില്ല, പൊട്ടൻഷ്യൽ ഒരുപാടുള്ള പ്ലെയർ. സോ എനിക്ക് തോന്നുന്നു സാക്കയ്ക്ക് ഒരു ബാക്കപ്പ് കംപ്ലീറ്റ് കുറച്ച് 2-3 വർഷമായിട്ട് സാക്ക ഇങ്ങനെ വീക്ക് ഇൻ വീക്ക് ഔട്ട് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സോ അതിൻ്റെ കുറച്ച് മോചനം കിട്ടാൻ സാധ്യതയുണ്ട് നോനി മഡുവേക്കെ വരുന്നത് കൊണ്ട്. സോ അതൊരു നല്ലൊരു, അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നുന്നു നോനി മഡുവേക്കെ. അങ്ങനെ ആണെങ്കിൽ തന്നെയും ഈത്തൻ വെന്നിയരിക്ക് കൊടുക്കുന്നതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. സോ എന്തായാലും ആർസണൽ പ്ലെയർ ആയ സ്ഥിതിക്ക് എൻ്റെ ഫുൾ സപ്പോർട്ട് 100% കാണും. അതുപോലെ തന്നെ എനിക്ക് ഉറപ്പാണ് ആർസണൽ ഫാൻസായ എല്ലാവരും വന്ന് കയറിയതല്ലേ ഉള്ളൂ. ലെറ്റ് ഹിം പ്രൂവ് ഹിംസെൽഫ് അല്ലേ. ഒരാൾ വന്നിട്ട് ഒരു ചാൻസ് കൊടുക്കണമല്ലോ, നമുക്ക് കാണണമല്ലോ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന്. അപ്പോൾ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കാം നമുക്ക്. ലെറ്റ്സ് ഹോപ്പ് ദ ബെസ്റ്റ് ഫ്രം ഹിം. നല്ലതായിട്ട് വരട്ടെ. നല്ലതായിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ല അതിൻ്റെ ബെനിഫിറ്റ്. അപ്പം നന്നായിട്ട് തന്നെ വരട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേ നമുക്ക് ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ പറ്റൂ. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ കംപ്ലൈൻറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈനിങ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കെപ്പ, ക്രിസ്ത്യൻ നോർഗാർഡ്, കെപ്പ ചെൽസി പ്ലെയർ ആണെങ്കിലും നല്ലൊരു ബിസിനസ്സാണ് അവിടെ ചെയ്തത്. നമുക്ക് നല്ലൊരു കിട്ടിലൻ ബാക്കപ്പ് ഗോൾ കീപ്പറിനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കെപ്പ അടിപൊളി ഗോൾ കീപ്പറാണ്. ക്രിസ്ത്യൻ നോർഗാർഡ് എഗെയിൻ നല്ലൊരു ബാക്കപ്പ് സെൻട്രൽ മിഡ്ഫീൽഡ്. പിന്നെ നമ്മുടെ സുബമെൻഡി എഗെയിൻ മിഡ്ഫീൽഡിൽ സോളിഡിഫൈ ആയി. പിന്നെ വലൻസിയയിൽ നിന്ന് ക്രിസ്ത്യൻ മസ്കാര. ഈ പറയുന്ന പ്ലെയേഴ്സ് എല്ലാം നോക്കുമ്പം സോ ഫാർ ഇതുവരേക്കും നമ്മൾ ചെയ്ത ബിസിനസ് അടിപൊളിയാണ്. അതിനകത്ത് എനിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അതുകൊണ്ട് ഒരു നോനി മഡുവേക്കെ വന്നതുകൊണ്ട്
ഞാനിവിടെ കിടന്ന് അയ്യോ മോശമായി പോയി, ഇത് തീരെ കൊള്ളത്തില്ല, ഞാൻ അങ്ങനെ നെഗറ്റീവ് ആവാൻ ആലോചിക്കുന്നില്ല. കാരണം ഇത്രയും സൈനിങ് സൂപ്പറാണ്. അതിനിടയ്ക്ക് ഒരു നോണി മെഡുവൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. നമുക്ക് നമുക്ക് ചാൻസ് കൊടുക്കാം. ലെറ്റ് സി എങ്ങനെയാണ് ആ പ്ലെയർ ഡെവലപ്പ് ആവുന്നത് അണ്ടർ അർട്ടറ്റ എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ സൈനിങ് തീർന്നിട്ടില്ല, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ഗ്യോക്കറൈസിന് വേണ്ടി. ഗ്യോക്കറൈസ് വരട്ടെ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എസെ ആണോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് അതോ റോഡ്രിഗോ ആണോ ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ആരായാലും കുഴപ്പമില്ല, രണ്ടും കിടിലൻ പ്ലെയേഴ്സാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എസെ വരട്ടെ. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്. എസെ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് മറ്റു വലിയ ആന റീസൺസ് ഒന്നുമില്ല, സ്റ്റാറ്റ്സ് റീസൺസ് ഒന്നുമില്ല. ഒന്നാമത്തെ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ യെസ്, സെൻട്രലി വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ, പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ. പിന്നെ രണ്ടുപേരെയും വെച്ച് നോക്കുമ്പോൾ എസേനെ റോഡ്രിഗോനെയും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻഫോം ആയിട്ട് ഉള്ളത് എസയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എസേനെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആർസണലിലേക്ക് വരാൻ. സോ അങ്ങനെയാണ് ഇതുവരെയൊക്കെയുള്ള ട്രാൻസ്ഫർ വിൻഡോ വന്നിരിക്കുന്നത്. സോ ഫാർ വെരി വെൽ ഡൺ. ആൻഡ്രിയ ബെർട്ടനെ എന്തിനു കൊണ്ടുവന്നു ആ പണി വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ചെയ്യട്ടെ. വെരി ഹാപ്പി ആസ് ആൻ ആർസണൽ ഫാൻ. ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ട് തന്നെ വീഡിയോ കാണുന്ന പല ആർസണൽ ഫാൻസും ആർ ലൈക്ക് വെരി സാറ്റിസ്ഫൈഡ് സോ ഫാർ എന്ന് എനിക്ക് നിസ്സംശയം പറയാം.